PSC ക്രൗണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് പ്രമാണിച്ച് ഒരുപാട് തസ്തികകളിലേക്ക് 38 തസ്തികകളിലേക്കായിട്ട് 400-ൽ പരം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എങ്ങനെയാണ് സാധാരണഗതിയിൽ ചോദ്യങ്ങൾ ദേവസ്വം ബോർഡുകളിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്നതിനെ ആസ്പദമാക്കി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പഠിച്ചു പോകാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും. മറക്കണ്ട, ആദ്യമായിട്ടാണ് PSC ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ദേവസ്വം ബോർഡിന് വേണ്ടി പഠിക്കാനായിട്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് വേണ്ടി പഠിക്കാൻ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് വെച്ച് ഡിസ്കസ് ചെയ്ത് പോകാം. ഇത് 2022-ൽ കേരള ദേവസ്വം ബോർഡിലേക്ക് നടന്ന ഒരു പരീക്ഷയുടെ LDCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സാധാരണ രീതിയിൽ ഈ ഒരു മേഖലയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ്? ആരാണ്? ദാദാഭായ് നവറോജിയാണ് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. 2019-ലെ ബ്രിക്സ് ഉച്ചകോടി നടന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഏത് രാജ്യത്ത് വെച്ചാ? ബ്രസീലിൽ വെച്ചിട്ടാണ് കേട്ടോ. എവിടെയാണ്? ബ്രസീലിൽ വെച്ചിട്ടാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ വിവര സാങ്കേതിക വിദ്യാ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി? ആരാണ്? അശ്വിനി വൈഷ്ണവാണ് കേട്ടോ. അടുത്തത്, രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി താരം ആരാ? KM ബീനാമോൾ ആണ്. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി താരമാണ് KM ബീനാമോൾ. അടിമ കേരളത്തിന്റെ അദൃശ്യ ചരിത്രം എന്ന പ്രശസ്തമായ കൃതിയുടെ കർത്താവ് ആര്? വിനിൽ പോൾ ആണ് കേട്ടോ. അടിമ കേരളത്തിന്റെ അദൃശ്യ ചരിത്രം എന്ന് പറയുന്ന പ്രശസ്തമായ കൃതിയുടെ കർത്താവ് വിനിൽ പോൾ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഗ്രാമപഞ്ചായത്തിനാണ് 2019-ലെ മികച്ച പ്രവർത്തനത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി നേടിയത്? ഏതാ? പാപ്പിനശ്ശേരിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഗ്രാമപഞ്ചായത്താണ് 2019-ലെ മികച്ച പ്രവർത്തനത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി നേടിയെന്ന് വെച്ചാൽ പാപ്പിനശ്ശേരിയാണ്. താഴെ പറയുന്നവയിൽ ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? എന്നാ ഡിസംബർ 5 ലോക മണ്ണ് ദിനം. ഇന്ത്യയിൽ ബാങ്ക് ദേശസാൽക്കരണം നടത്തിയത് ഏത് വർഷമാണ്? 1969 ജൂലൈ 19 ഇന്ത്യയില് ലോക ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. എന്നാ 1969 ജൂലൈ 19. താഴെ പറയുന്നവയിൽ യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ലാത്ത രാജ്യം ഏതാണ്? യൂറോപ്യൻ യൂണിയൻ അംഗമല്ലാത്ത രാജ്യം റഷ്യ ആണ് കേട്ടോ. അന്തർദേശീയ നാണയനിധി IMF-ന്റെ നിലവിലെ അധ്യക്ഷൻ ക്രിസ്റ്റീന ജോർജ്. ബാബു എന്റെ അമ്മ എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചത് ആര്? മനു ഗാന്ധിയാണ് കേട്ടോ. ബാബു എന്റെ അമ്മ എന്ന് പറയുന്ന പ്രശസ്തമായ ഗ്രന്ഥം രചിച്ചത് ആരാണ്? മനു ഗാന്ധിയാണ്. പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് കൊണ്ടുവന്നത് ആരാണ്? ചൗധരി റഹ്മത്ത് അലിയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നത്. അഞ്ചുവണ്ണം, മണിഗ്രാമം എന്നീ പ്രമുഖ മധ്യമേഖല വ്യാപാര ഗിൽഡുകളെ കുറിച്ച് ഏത് ശാസനകളിലാണ് ആദ്യമായി പ്രതിപാദിക്കുന്നത്? ഏത് ശാസനകളിലാണ്? തിരുസാപ്പള്ളി ശാസനങ്ങളിലാണ് ആദ്യമായിട്ട് പ്രതിപാദിക്കുന്നത്. താഴെ പറയുന്നവയിൽ പടിഞ്ഞാറൻ ഒഡീഷയുടെ മദർ തെരേസ എന്ന് വിളിക്കപ്പെടുന്ന ആരെയാണ്? പർബിതിഗിരിനെയാണ് താഴെ പറയുന്ന പടിഞ്ഞാറൻ ഒഡീഷയുടെ മദർ തെരേസ എന്ന് വിളിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ IIT എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ബാരക്പൂറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ IIT സ്ഥിതി ചെയ്യുന്നത്. 1997-ലെ ഫ്രഞ്ച് ഓപ്പൺ മിക്സഡ് ഡബിൾ ടെന്നീസ് ടൂർണമെന്റിൽ ആദ്യമായി ഗ്രാൻഡ് സ്ലാം നേടിയ ഇന്ത്യൻ താരം മഹേഷ് ഭൂപതിയുടെ സഹതാരം റിയ ഹിരാക്കിയാണ്. തഞ്ചാവൂരിൽ ലോക പ്രശസ്തമായ ബൃഹദീശ്വര ക്ഷേത്രം ഏത് ചോള രാജാവിന്റെ കാലത്താണ് പണിയെടുപ്പിച്ചത്? ആരാണ്? രാജരാജ ചോളന്റെ കാലത്താണ് പണിയെടുപ്പിച്ചത്. ക്ഷയരോഗികൾക്ക് മാസം തോറും 500 രൂപ ലഭിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദ്ധതിയുടെ പേര് ഏതാണ്? നിക്ഷയ പോക്ഷൻ യോജനയാണ് കേട്ടോ. അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ് 2025 ജനുവരി 20 ജോൺ ബൈഡൻ അധികാരമേറ്റത്? താഴെ പറയുന്നവയിൽ ഏത് വർഷമാണ് ചൈനീസ് കമ്മ്യൂണിറ്റി പാർട്ടി അതിന്റെ 100-ാം വാർഷികം കൊണ്ടാടിയത്? 2021 ജൂലൈ 1 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ 100-ാം വാർഷികം കൊണ്ടാടിയത്. പത്മവിഭൂഷൺ യാമിനി കൃഷ്ണമൂർത്തി ഏത് രംഗത്തെ പ്രശസ്തി നേടിയ വ്യക്തിത്വമാണ്? ഏതാണ്? ഭരതനാട്യമാണ് കേട്ടോ. വൈ ഐ ആം ഹിന്ദു എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആരാണ്? ശശി തരൂരാണ്. വൈ ഐ ആം ഹിന്ദു എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആരാണ്? ശശി തരൂരാണ്. ഐറിഷ് റിപ്പബ്ലിക് ആർമിയുടെ ബോംബെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യയുടെ മുൻ വൈസ്രോയി ആയതും 2-ാം ലോക മഹായുദ്ധത്തിലെ നായകന്മാരിൽ ഒരാളുമായ വ്യക്തിത്വം ആരാണ്? മൗണ്ട് ബാറ്റൺ പ്രഭു ആണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രക്തസാക്ഷി കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്ന മൊയ്രാങ് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ISROയുടെ മുൻ ചെയർമാനിൽ ഒരാളെ വളരെ പ്രശസ്തമായ കഥകളിക്കാരനുമായ വ്യക്തി ഡോക്ടർ K രാധാകൃഷ്ണനാണ്.
താഴെ പറയുന്ന പ്രധാനമന്ത്രിമാരിൽ ആരുടെ സ്മാരകമാണ് ജൻ നായക് ദൾ? ഏതാണ്? ചന്ദ്രശേഖർ സിംഗിന്റെ ആണ് കേട്ടോ. കാവേരി നദിക്ക് കുറുകെ തിരുച്ചിപ്പള്ളി നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ പഴക്കമുള്ള ഡാം ഏതാണ്? കല്ലണയാണ്, കല്ലണ. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിർണ്ണയിക്കുന്നതിന് മാനദണ്ഡം ശുപാർശ ചെയ്യാനായി 1999 നിയോഗിച്ച കമ്മിറ്റിയുടെ അല്ലെങ്കിൽ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ പ്രണബ് സെൻ ആണ്. പായ്വഞ്ചിൽ തീരം തൊടാൻ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ഇന്ത്യക്കാരൻ. പായ്വഞ്ചിയില് തീരം തൊടാതെ ഒറ്റയ്ക്ക് ചുറ്റിയ ലോകം ചുറ്റിയ ഇന്ത്യക്കാരൻ ആരാണ്? അഭിലാഷ് ടോമിയാണ്. 2019 സുൽത്താൻ അസ്ലം ഷാ അന്താരാഷ്ട്ര പുരുഷ ഹോക്കി മത്സരിച്ച് വിജയിച്ച അപ്പോ ആർക്കെങ്കിലും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും ക്വസ്റ്റ്യൻസും ഡിസ്കഷനിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഇനിയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മറക്കണ്ട. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ ആയി കാണാം. താങ്ക് സോ മച്ച്.